അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഏവരുടെയും പ്രിയപ്പെട്ട ഗെയിമാണ് ഗേസ്. ഒരു കാലത്ത് പോപ്പുലറായ ഗെയിമാണ് നമ്മുടെ കാർ ഫോർ സെയിൽ. കാർ ഫോർ സെയിലിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ടൊക്കെ. അപ്പോൾ ആ കാർ ഫോർ സെയിലിൻ്റെ ആൻഡ്രോയിഡ് വെർഷനാണ് നമ്മളിന്ന് കളിക്കാൻ പോകണം. അത്യാവശ്യം കിട്ടിലൊരു ഗെയിമാണ്. അപ്പോൾ ഞാൻ ഗെയിമോട് ലോഡിംഗ് ആയിട്ട് ഓക്കെ, അപ്പം വെൽക്കം എന്നൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മളെ ഗ്രാഫിക്സും കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി ഒരു ഗെയിമാണ്. അപ്പം ഞാൻ ഇനി മുതൽ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ശനി ഞായറുമായിട്ട് ഇതിൻ്റെ വെബ് സീരീസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാം, ഓരോ എപ്പിസോഡായിട്ട്. ഓക്കെ, അതുപോലെ അത്യാവശ്യം കിട്ടിലുമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്തെങ്കിലും വരണമെങ്കിൽ ക്ഷമിക്കും. നല്ല രീതിയിൽ കോഴിയുടെ സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണും, അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, അപ്പം അത്യാവശ്യം കിട്ടിലൊരു ഗെയിമാണ് ഗേസ് ഇത്. നല്ല ഇവിടെയൊക്കെ നമ്മളെ കാർ റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലുണ്ട്. അത്യാവശ്യം കിട്ടിലുമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ഗെയിം തന്നെയാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ചെയ്യാം, ഇതിൻ്റെ ട്രാഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറക്കി കളയിട്ടു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കിട്ടിലൊരു ഗെയിമാണ്. അന്നത്തെ കാലത്ത് പോപ്പുലറായ ഗെയിമാണ്. നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, എനിക്കറിയാവുന്ന കുറേ യൂട്യൂബേഴ്സൊക്കെ ഇത് കളിച്ച് അത്യാവശ്യം കിടിലാക്കിയ ഗെയിംസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിപ്പം നമുക്ക് കുറേ നാളായ ഗെയിംസ് നമ്മളെ ഈ ഒരു ആൻഡ്രോയിഡ് വെർഷൻ നമ്മുടെ ഗെയിം ഇപ്പം നിലവിൽ നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റോറിലാണ് ഉള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോത്തെ കമൻറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പേജിൽ നമ്മളെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം അത്യാവശ്യം കിടിലൊരു ഗെയിം തന്നെയാണ് ഈ ഒരു കാർ ഫോർ സെയിൽ. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഫുള്ള് ഗെയിം ഇന്നെന്തായാലും കളിച്ചെത്തിക്കുള്ളൂ. ഇന്ന് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേ ഒന്ന് കാണാം. അപ്പോൾ അത്യാവശ്യം കിടിലുണ്ട്. ഇതാണ് നമ്മുടെ കാർ ഫോർ സെയിലിൻ്റെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡീലർഷിപ്പ്. ഫസ്റ്റ് തന്നെ ഞാൻ എന്തായാലും എല്ലാ ട്രാഷും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മളെ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം പറഞ്ഞേക്കണം നമുക്ക് നേരെ ഇതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ പോവാം, ഡെക്കറേഷൻ ഒരു ഓഫീസ് ക്ലിക്ക് ചെയ്യണം. സൈനിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഈ ഒരു ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേരൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജസ്റ്റ് നമ്മൾ ഈ പേരൊന്ന് അടിച്ചു കൊടുത്തിട്ട് കാണാം. ഓക്കെ, ഓക്കെ ഇപ്പം നമ്മുടെ ഇവിടെ പേരുകളൊക്കെ അടിച്ചിട്ട് സൂപ്പർ കാർസ് എന്നാണ് ഇടാനുള്ള പേര്. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് ഞാൻ പേരുകളൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ കളർ എന്തായാലും നമുക്ക് റെഡ് കളർ കൊടുത്തിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ ജസ്റ്റ് നമുക്ക് ഇതിന് വഴിയാകാം. ഓക്കെ, അപ്പം നമ്മുടെ പേരുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെയ്യണം നമ്മുടെ നെയ്ബർഹുഡിലോട്ട് ചെന്നിട്ട് അവിടെ നമുക്കൊരു കാർ പർച്ചേസ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ട്യൂട്ടോറിയലാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഫങ്ഷൻസ് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ നെയ്ബർഹുഡിലോട്ട് ചെന്നിട്ടുണ്ട്. നെയ്ബർഹുഡിൽ ചെന്നിട്ട് ഇവിടെ കുറേ അധികം കാർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു കാർസ്, വില കുറഞ്ഞൊരു കാർസ് ഇപ്പം നമ്മൾ എന്താ 10,000 രൂപ എന്താ അടുപ്പിച്ചു. അപ്പോൾ ഈ കാർസിന് എത്ര രൂപ നോക്കട്ടെ കേസ്. ഇതെന്തായാലും ലോക്കൽ കാർസാണ്. ഇനി അങ്ങോട്ട് പോകുന്നൊരു അപ്ഗ്രേഡ് ചെയ്ത് വരാം കേസ് നമുക്ക്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഇതൊരു 6,000 രൂപയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ ഈ ഒരു കാർ. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു കാർ നമുക്ക് ധാരാളം. അപ്പം ഞാൻ എന്തായാലും ഇത് എന്തെങ്കിലും ഡാമേജ് ഒന്നും കാണില്ല കേസ്. ഞാൻ എന്തായാലും ഡയറക്റ്റ് ഇത് കൊണ്ട് നമ്മുടെ അടിപൊളി സ്ഥലത്ത് കണക്കിടാനായിട്ട് പോകണം. ഇപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒരു അത്യാവശ്യം റേറ്റ് തന്നെ കൊടുക്കാൻ പറ്റും നോക്കട്ടെ. അത്യാവശ്യം കിട്ടുന്നൊരു വണ്ടി ആയതുകൊണ്ടേ ഫസ്റ്റ് എന്തായാലും ഒരു മിനിമം ഒരു 15,000 രൂപയ്ക്ക് ഇട്ട് നോക്കാം. ഇത് കാർ എന്തായാലും 6 വാച്ചാലും ഇപ്പോൾ ഒരു 15, 10, 12 ഇട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇവിടെ നമ്മുടെ കാർ മാർക്കറ്റിംഗ് ആളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു അടിപൊളി അത്യാവശ്യം ലോക്കൽ കാറാണ് കേസ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമാണല്ലോ, അത്യാവശ്യം ലോക്കൽ കാറാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് നമ്മുടെ ഒരു ഡീലർഷിപ്പിൽ കൊണ്ടുവന്ന് വെക്കാം. നമ്മുടെ സൂപ്പർ കാർസ് ഡീലർഷിപ്പാണത്. അത്യാവശ്യം കിടിലൊരു സൂപ്പർ കാർ ഡീലർഷിപ്പാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതറിയാം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് പറയുന്നത് ഇപ്പോൾ എന്തായാലും റിപ്പയറിംഗ് ഒന്നും കൊടുക്കണില്ല സാർ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ബാക്ക് എടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്തിടാം നമ്മുടെ കാർ. ഇത് ഇവിടെ കിടക്കട്ടെ കേസ്, അതായത് ഫസ്റ്റ് ഷിപ്പല്ലേ. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് അറിയാത്തവരൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആളടുത്ത് നിന്ന് പഴയ കാർസ് വാങ്ങിച്ച് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് അത്യാവശ്യം നല്ല വിലക്ക് ഈ ഒരു കാറിൽ മറിച്ച് വിൽക്കുക. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ്. അന്നത്തെ അത്യാവശ്യം പോപ്പുലറായ ഒരു ഗെയിം തന്നെയാണ് ഇത്. അത്യാവശ്യം പക്ക ഒറിജിനലായിട്ട് ചീറ്റുള്ളൊരു കിടിലൻ ഗെയിം തന്നെയാണ് കേസ് ഇതൊക്കെ. അപ്പം ഞാൻ എന്തായാലും ഇത് നമ്മളെ വെബ് പേജിൽ ഇവിടെ കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡൗൺലോഡ് സെയിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. മിനിമം നമുക്കൊരു 15,000 രൂപയ്ക്ക് ഒരു കാറിന് സെയിലിനായിട്ട് വയ്ക്കാം. ഒരു 15 ഇടാൻ പറ്റുന്നത് ഫസ്റ്റ് ആയതുകൊണ്ട് 15 താങ്ങുന്ന പൈസ. അപ്പോൾ ഒരു 15,000 രൂപയ്ക്ക്
ഈ ഒരു കാർ നമ്മൾ സെയിലിട്ടിട്ടുണ്ട്. ചെറിയൊരു ജലദോഷം ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയുടെ സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ കാറ് മേടിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 3 പേര് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലിതാ വെള്ളം ഉൾപ്പെട്ട് ഇങ്ങനെയാണ് ആദ്യം വന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു കാർ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമെന്ന് ഉദ്ദേശിച്ച് നോക്കട്ടെ. അപ്പം ഈ ഒരു പൈസയ്ക്ക് തന്നെ അങ്ങനെ കാർ എടുക്കാമെന്നാണ് ഗൈസ് പറഞ്ഞിരിക്കണം. അപ്പം എന്താ ബാർഗിൻ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഈ കാർ സെല്ല് ചെയ്യും ഗൈസ്. 15,000 രൂപയ്ക്കാണ് നമ്മൾ കാർ ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓഫീസ് ക്ലോസ് ചെയ്യാം ഗൈസ്. ഓഫീസ് ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് നേരെ നമുക്ക് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് നേരെ നമ്മുടെ ആ ഒരു ചെറിയൊരു ക്യാരവാൻ എടുത്ത ഇതാണ് ആ ഒരു ക്യാരവാൻ്റെ അടുത്ത് ചെല്ലാം. അപ്പം അവിടെയാണ് നമ്മുടെ ഉറങ്ങണങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ വന്നിരിക്കണം. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് നമുക്ക് ഈ ഒരു വീട്ടിനകത്തൊന്ന് കയറാം. വീട്ടിനകത്ത് കയറിയിട്ട് നമുക്ക് ഇവിടെ എന്തായാലും കിടന്നും ഉറങ്ങാം. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് നോക്കട്ടെ. എന്തായാലും 8,176 രൂപ ഇന്നത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയത് 16,000 രൂപയാണ്, ഏൺ ചെയ്തത് 15,000 രൂപയാണ്. അപ്പം നേരെ ചെന്നിട്ട് ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാർ മാർക്കറ്റിൻ്റെ നാളെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. നമ്മൾ കാർ മാർക്കറ്റ് ഓപ്പൺ ആണ്. എന്തായാലും നമുക്ക് ചെന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം നമ്മളെ ഓഫീസൊന്ന് വൃത്തിയാക്കണം. അവിടെ നമ്മുടെ ട്രാഷും കളൊക്കെ കിടപ്പുണ്ടായിരിക്കും. പിന്നെ ട്യൂട്ടോറിയൽ നിന്ന് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പിശക്കാരായിരുന്നാണ് മൈൻഡ് ചെയ്യേണ്ട കേസ്. നമുക്ക് എന്തായാലും ഈ ഒരു ഓഫീസ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കാം. ഇതൊക്കെ ഒന്ന് ഇവിടെ ആരാണ് കേസ് ചവറും കളൊക്കെ കൊണ്ടുവന്നില്ല. ചവറും കളൊക്കെ കൂടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നു ഇഷ്ടം പോലെ. ഇത് ഈ ഒരു ചെറിയൊരു കുപ്പിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതുകൂടെ നമുക്ക് എന്തായാലും നമ്മൾ ആ ഒരു ട്രാഷ് കാനകത്തിട്ട് നേരെ നമുക്ക് നമ്മുടെ സൗണ്ട് ഞാൻ എന്തായാലും ശകലം കുറയ്ക്കുകയാണ്. സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും നമുക്ക് നേരെ നമുക്ക് ചെന്നിട്ട് നമ്മൾ ആ ഒരു കാർ മാർക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു കാർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ നമുക്ക് അടിപൊളി കാസ് വല്ലതും ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ കാർ മാർക്കറ്റും കളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാർ മാർക്കറ്റിൻ്റെ അത് അത്യാവശ്യം നല്ലത് കാർസ് നടക്കുന്നുണ്ട്. ഈ കാർസ് ഒന്നും വാങ്ങാൻ നിൽക്കല്ലേ, അത്യാവശ്യം റേറ്റ് ആയിരിക്കില്ല. എന്തായാലും ഞാൻ എന്തായാലും നമുക്കൊന്ന് നോക്കട്ടെ. റേറ്റൊന്നും കമ്മിയായിരിക്കുമല്ലോ കേസ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഉണ്ട് കേസ്. 81,000 രൂപയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ണിൽ ഇവിടെ അത്യാവശ്യം ഫോർച്യൂണർ കാണപ്പെടാം. അതായത് ഈ ഒരു കാറാണ് നമുക്ക് നോക്കട്ടെ. ഈ ഒരു കാർ നമ്മളെ ഇന്ത്യൻ കാറാണ്. ഇത് പേരെന്തോ പറയും കേസ്. അപ്പം ഈ ഒരു കാറിന് 19 രൂപയാണ്. 19 രൂപയ്ക്ക് വെറുത്താണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഇത് ബൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ 23,000 രൂപയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3,000 രൂപ മാത്രമേ ഉള്ളൂ കേസ്. ഇത് എന്തായാലും റിപ്പയർ ചെയ്യാനുള്ള ക്യാഷ് മാത്രമേ ഇപ്പം നമ്മളെ കയ്യിൽ നിലവിലേ ഉള്ളൂ. നമ്മൾ കാർ എടുക്കാതെ ഞാൻ അങ്ങോട്ട് പോകണം. ഈ കേസ് ചെറിയൊരു ഹാങ്ങിങ് ട്രബിൾ കാണാം. അപ്പോൾ ഈ ചെറുതായിട്ടൊരു നമ്മൾ ആൻഡ്രോയിഡിലോട്ട് വരുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും ഇഷ്യൂസ് വല്ലതും ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ നല്ല ഡാമേജ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ഡേറ്റ് ഉണ്ട് പെയിൻറ്റ് പേയിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നേരെ നമുക്ക് നമ്മളെന്തായാലും ഓട്ടിച്ച് കൊണ്ടുപോകാം. എനിക്ക് കാസൊക്കെ നല്ല രീതിയിൽ ഓട്ടിക്കാൻ നല്ല അടിപൊളിയാണ് കേസ്. എന്തായാലും കേസ് കൊള്ളാം. നമുക്ക് എന്തായാലും ഈ ആൾക്കാർ വിളിച്ച് കയറ്റിയിട്ട് ശുഭം ഫസ്റ്റിൻ്റെ കട്ടയം പോടാൻ മുടങ്ങി കേസ്. അപ്പം നമുക്ക് എന്തായാലും ഓടിപ്പോയിട്ട് നമുക്കിത് എന്തായാലും ഒന്ന് ജസ്റ്റ് റിപ്പയർ ചെയ്യണം. പിന്നെ എൻ്റെ ഡേർട്ട് കഴിവണം, ഈ കാറ് കഴിവണം. പിന്നെ പെയിൻറ്റ് അടിക്കണം. അല്ല, പെയിൻറ്റ് അടിച്ചിട്ട് നമുക്ക് കഴിവാൻ കേസ്. പെയിൻറ്റ് ഇവിടെ തന്നെ തോന്നുന്നു. നമ്മൾ ആ ഒരു ഡീലർഷിപ്പ് ഉണ്ടല്ലോ, ഡീലർഷിപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ പെയിൻറ്റും അതിനടുത്ത്. അപ്പോൾ ഇതുകൂടെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കിത് എന്തായാലും വിൽക്കാം. ഈ ഒരു കാറോട് വിറ്റിട്ട് എന്തായാലും നമുക്ക് എന്തായാലും ഒരു വീഡിയോ വേണ്ടി പറ്റും. ഫസ്റ്റ് തുടക്കമായിട്ട് തന്നെ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ഈ ഗെയിമിനെ കുറിച്ചിട്ട് അറിഞ്ഞുള്ളൂ. എന്തായാലും ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഗെയിം ഞാൻ എന്തായാലും നോക്കിയത്. ഞാൻ എന്തായാലും ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമുക്ക് ചെയ്യാനുള്ളത് കാറൊന്ന് റിട്ടേനാണ്. എത്ര രൂപയാവും തരും? 1000 രൂപയാവും ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്താലേ ഒരു കാർ എന്തായാലും റിപ്പയർ ആവത്തുള്ളൂ. അപ്പം ഇനി നമ്മളൊരു 2,749 രൂപയേ ഉള്ളൂ. ഇവിടെ തന്നെ നോക്കി പെയിൻറ്റിങ് കളക്കടി ഇപ്പത്തോ പെയിൻ്റ് അടിക്കുന്നത്. കേസ് ഇതാണ് കേസ് പെയിൻറ്റ്. ഇതാ ഓട്ടോ പെയിൻറ്റിങ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ ടൂണിങ് ഒക്കെയാണ് കേസ്. നമ്മളെ ഓട്ടോ എൻജിൻ ടൂണിങ്ങുകളൊക്കെയാണ് കൊടുത്തത്. ഇത് മൊത്തത്തിലുള്ള ഒരു ഷോപ്പാണിത്. ഇവിടെ നമ്മളെ റിപ്പയറിങ് ഒക്കെ അടിപൊളിയായിട്ടാണ് നടക്കും. അപ്പോൾ എന്തായാലും ഇത് റിപ്പയറായി കഴിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് കേസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അനലറ്റിക്സ് ഒന്ന് നോക്കി നോക്കട്ടെ. അപ്പോൾ ഈ ഒരു കാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ളവർ എന്തായാലും എൻ്റെ ഒരു വീഡിയോക്ക് താഴെ
കമൻറ്റ് ചെയ്തേക്ക്, എനിക്ക് കൂടുതലും ആയിട്ട് മനസ്സിലാക്കാമല്ലോ. കൂടുതലായിട്ട് അറിയാമെന്നുള്ളവർ എന്തായാലും ജസ്റ്റ് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, അപ്പം ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ള കൂട്ടുകാരും എല്ലാ കൂട്ടുകാരും ജസ്റ്റ് എന്തായാലും ഒന്ന് വീഡിയോ ചെയ്താൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണി ഇപ്പോൾ കഴിയും. ഓക്കെ, അപ്പം പണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിത് കൊണ്ടുവന്ന് വിൽക്കാം. ഈ ഒരു കാർ വിറ്റിട്ട് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിത് വിറ്റിട്ട് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് എന്തായാലും ബാക്ക് എടുത്ത് അങ്ങ് തന്നെ കൊണ്ടുകയറ്റാം. അല്ലെങ്കിൽ ഇത് നമുക്ക് അത്യാവശ്യം വിൽക്കണമെങ്കിലേ ഇതിൻ്റെ ഡേർട്ടും കാണക്കൊന്നും കളയണം. അല്ലെങ്കിൽ ഫസ്റ്റ് പെയിൻറ്റ് അടിക്കാം. പെയിൻറ്റ് അടിച്ചിട്ട് ഡേർട്ട് കളയാം. ഓട്ടോ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ. ഓട്ടോ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ ഇതൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ അത്യാവശ്യം ബ്ലാക്ക് കളർ പെയിൻ്റാണ് കൊടുക്കുന്നത്. പെയിൻറ്റിങ് 1500 രൂപയായിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തത്. പെയിൻറ്റ് ചെയ്ത് അത്യാവശ്യം ഗ്ലോസി ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെ കാറ്. ഞാൻ എന്തായാലും പുറത്തോട്ടായി കാണിച്ചു തരാം. വാവ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ കൊണ്ടുവന്ന് ഡേർട്ട് കളയണം. അതിൻ്റെ ഡേർട്ട് കളഞ്ഞ് അത്യാവശ്യം ഫുൾ ഫ്യൂവൽ ഒഴിച്ചിടണം. ഈ കാറിന് അത്യാവശ്യം പൈസ പിടിച്ചിട്ട് നമുക്ക് വിൽക്കാൻ കഴിയും. അത്യാവശ്യം ഒരു 30,000 നമുക്ക് ഈ കാർ എന്തായാലും വിൽക്കാം. ഒരു 30,000 രൂപയ്ക്ക് 30,000 എടുക്കുമെന്ന് നമുക്ക് എന്തായാലും ബാർഗെയിൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാർ എന്തായാലും വിറ്റതിന് ശേഷം നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ കാർ വിറ്റതിന് ശേഷം മാത്രമേ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് കഴിവാം. 100 രൂപയാകത്തുള്ളൂ. അതായത് നമ്മൾ ഡേർട്ട് മൊത്തം കളഞ്ഞൊന്ന് കഴിവെടുക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും കാറിനകത്ത് കയറിയിട്ടേ നമുക്ക് നേരെ നമ്മുടെ ആ ലൊക്കേഷൻ പറഞ്ഞു വിടാം. അപ്പം പെട്രോൾ ഞാൻ അവിടെ ചെന്നിട്ട് അടിക്കാൻ കഴിയും. നമ്മൾ ആ ഡീലർഷിപ്പിൽ ചെന്നിട്ട് പെട്രോൾ അടിക്കാം. ഇടിച്ചു ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൈസ കുറയും. ഇടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ ഡേർട്ടൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം പൈസ കുറഞ്ഞു കിട്ടും. നല്ല രീതിയിൽ തന്നെ പൈസ കുറയും. നമ്മൾ ഇത് വിൽക്കുന്നതിൻ്റെ പകുതി പൈസയൊക്കെ ഒരു ഭാഗത്തുള്ളൂ. നല്ല കണ്ടീഷൻ, വണ്ടി കണ്ടീഷനാണ്. നമുക്ക് എന്തായാലും ഇതിപ്പം ഇങ്ങനെ തന്നെ കൊണ്ട് കയറ്റാം. ഒറ്റ കാറിലേ ഉള്ളൂ കേസ്. നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു അടിപൊളി കാറ് അത്യാവശ്യം റിച്ചാണ് കേസ്. ഈ കാർ അത്യാവശ്യം കിട്ടില്ലൊരു കാറാണ്. അതൊരു ഓഫീസ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1 മണിയായി കേസ്. ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സെയിൽ തന്നെ ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം കാർ വാങ്ങിച്ചത് 19 രൂപയും റിപ്പയർ ചെയ്താൽ 2000 രൂപയായിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ നമുക്കൊരു എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു 40,000 ഏകദേശം. അപ്പോൾ 40 രൂപയ്ക്കാണ് ഞാൻ കാറിന് വില ഇട്ടിരിക്കുന്നത്. 40,000. പക്ഷേ അപ്പം 40,000 രൂപയ്ക്കാണ് കാർ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി കാർ മേടിക്കാൻ ആരെങ്കിലും വരണം. അത്യാവശ്യം കിടിലൊരു കാറാണ്. ഇവിടെ ബിഗ് സെയിൽ എന്ന് കണക്കിരിച്ചു. ബിഗ് സെയിൽ തന്നെയാണ് കേസ്. അത്യാവശ്യം വലിയൊരു സെയിൽ തന്നെയാണ്. അപ്പോൾ കിട്ടില്ല കാറാണ് കേസ്. ഇതിൻ്റെ ലുക്ക് വെച്ച് തന്നെ നിങ്ങൾ നോക്കാം. ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന എനിക്കിത് ഇപ്പം എൻ്റെ അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആളുകളൊക്കെ വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ആളുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ കാറുകളൊക്കെ ചാക്കങ്ങ് സെയിലങ്ങ് ചെയ്തേക്കാം. അപ്പം ഫോട്ടോസൊന്നും നമ്മളിപ്പോൾ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഫ്യൂവൽ ഫുള്ളാണ്. ഡേർട്ടില്ല, പെയിൻറ്റ് ഒന്നും പോയിട്ടില്ല. പിന്നെ എൻജിനൊരു കുഴപ്പമില്ല. എല്ലാം ഫുള്ള് വെരി അപ്ഗ്രേഡഡ് ആണതാ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വ്യക്തമാണ്. അപ്പോൾ ആളൊന്നും ഇതായിരിക്കും നമുക്കിവിടെ വന്നിട്ടില്ല. ഒരാൾ വന്നു കേസ്. ഒരാൾ വന്നു. 2 പേര് വന്നു കേസ്. ഒരാളെന്താ കാറിനകത്ത് കയറിയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങേർക്കൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇനി എത്ര രൂപയാണ് തരുന്നത് ഞാൻ നോക്കട്ടെ. സാർ ഹൈ ബ്രോ, എത്ര രൂപയാണ് തരുന്നത്? 30 രൂപ തരുന്നുണ്ടോ? ലാഭമാണല്ലോ കേസ്. 1 ലാഭമാണ്. 1000 രൂപ എന്തായാലും ലാഭമായിട്ടുള്ളൂ നമുക്ക്. ഇങ്ങനെ എത്ര 30 എത്രയാണ് തന്നാവേ? 26. സോറി, വിട്ടോ നിനക്കൊന്നും കാറില്ല. വിട്ടോ ഇറങ്ങിപ്പോ. ഇറങ്ങാൻ ഡോൾ സെയിൽ. സാറിന് ഞങ്ങൾ തരാനായിട്ട് പോകണം ഞാൻ കാർ. എന്തായാലും 1 ലാഭത്തിന് തന്നെ വെക്കാനായിട്ട് പോകണം. എന്തായാലും 30,000 കാർ വെക്കുന്നത്. ലാഭമാണ്. എന്നാലും 30,000 എടുത്തോ. നഷ്ടം ഒരു 9,000 രൂപയ്ക്കൊക്കെ ഓക്കെ കേസ്. അപ്പം അത്യാവശ്യം കിടിലമായൊരു
ഡീലിങ് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പം നമ്മൾ 31,027 രൂപയുണ്ട്. അപ്പം എന്തായാലും നമ്മളെ ഈ ഒരു അടിപൊളി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ്, ഈ ഒരു അടിപൊളി എപ്പിസോഡ് എന്തായാലും ഫസ്റ്റ് തുടക്കമായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ കാർ ഫോർ സെല്ലിനെ കുറിച്ച് അറിയാമെങ്കിൽ, ഇനിയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാർസൊക്കെ റേറ്റ് കൂട്ടുന്നത്, ബാർഗൻ്റെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇതായി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു ഇന്നത്തത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാ കൂട്ടർക്കും മാക്സിമം എന്തായാലും ഷെയർ ചെയ്തു. പിന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാര്യമൊക്കെ ചെയ്ത് തൊട്ട് തന്നെ ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് ഇതുപോലത്തെ സൂപ്പർ ഗെയിമിംഗ് വീഡിയോസ് ഇനി നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ ഈ കാർ ഫോർ സെയിലിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഇനി നമുക്ക്